തന്റെ പാദം പതിഞ്ഞ കോഴിക്കോടിന്റെ മണ്ണിൽ തന്നെ മുനിസിപ്പൽ കൌൺസിലറായി ഭരണകേന്ദ്രത്തിലേക്ക് കാലെടുത്ത് വെച്ചു അദ്ദേഹം. അടുത്ത കാൽവയ്പ് 1957 താനൂരിൽ നിന്ന് തലസ്ഥാന നഗരിയിലേക്ക്, 1960 നിയമസഭയിലേക്ക് എത്തിയ സിഎച്ചിനെ കാത്തിരുന്നത് മറ്റൊരു ചരിത്ര മുഹൂർത്തമായിരുന്നു. സമുദായ ശില്പി എന്ന് സിഎച്ച് വിശേഷിപ്പിച്ച മഹാനായ സീതി സാഹിബ് കേരള നിയമസഭാ സ്പീക്കറായിരിക്കെ ഇഹലോകവാസം വെടിഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ ആ കസേരയിൽ പകരക്കാരനായി കാലം കരുതിവെച്ചത് സിഎച്ചിനെ ആയിരുന്നു. 1961 ജൂൺ 9 സിഎച്ച് സ്പീക്കറായി ചുമതലയേറ്റു. 1962 തന്റെ സ്വന്തം നാട് കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും ഇന്ത്യൻ പാർലമെന്റിലേക്ക് സിഎച്ച് തിരഞ്ഞെടുക്കപ്പെട്ടു. 1967 തിരികെ വീണ്ടും മങ്കടയിലൂടെ കേരള നിയമസഭയിലേക്ക്. കേരള വിദ്യാഭ്യാസ വികസന ചരിത്രത്തിന്റെ മാറ്റം കുറിക്കപ്പെട്ട ചരിത്ര മുഹൂർത്തം 1967 മാർച്ച് 6 സിഎച്ച് വിദ്യാഭ്യാസ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 1969 നവംബർ 1 മറ്റൊരു സ്വയം ഭരണാധികാര്യം കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രിസ്ഥാനവും അദ്ദേഹത്തെ തേടിയെത്തി. കൊണ്ടോട്ടിയിൽ നിന്നും വീണ്ടും വിദ്യാഭ്യാസ മന്ത്രി പദത്തിലേക്ക്. 1973 മഞ്ചേരിയിലൂടെ ഒരിക്കൽ കൂടി സിഎച്ച് ലോക്സഭയിലേക്ക്. 1977 മലപ്പുറത്തിന്റെ മണ്ണിലൂടെ കേരള നിയമസഭയിലെത്തിയ സിഎച്ച് 1979 ഒക്ടോബർ 12 കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഭരണസാരഥ്യം ഏറ്റെടുത്തു. ആയിരത്തി 1981-82 കാലയളവിൽ കേരള നിയമസഭയിലെ രണ്ടാമനായി ഉപമുഖ്യമന്ത്രി സ്ഥാനത്തും തന്റെ കഴിവ് തെളിയിച്ചു മഹാനായ നമ്മുടെ സിഎച്ച്. മനുഷ്യസ്നേഹി എന്ന് പറയുമ്പോൾ ജാതി മത ചിന്തകൾക്കെല്ലാം അതീതമായി സഹോദരനും ഉണ്ടാകേണ്ട ബന്ധത്തെക്കുറിച്ച് അടിസ്ഥാനപരമായി സിഎച്ചിന് സമീപനമുണ്ട്. തനിക്കും തന്നോടൊപ്പമുള്ള സമൂഹത്തിനും അല്ലെങ്കിൽ സമുദായത്തിനും എന്ത് നന്മ വരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായി അവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ആ നന്മയോടൊപ്പം തന്നെ ആ നന്മ മറ്റുള്ളവരുടെ ഒരു പ്രയാസത്തിന് ഒരു കാരണവശാലും ഇടയാകരുതെന്ന് മാത്രമല്ല, അല്പം തന്റെ ആ നിലപാടിന് കോട്ടം തട്ടിയാൽ പോലും മറ്റുള്ളവരുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ വിശാലമായ മനസ്സിന്റെ ഭാഗമാണ്. ഇന്ന് പലരും മതേതരത്വത്തെക്കുറിച്ച് പറയാറുണ്ട്. ഞങ്ങളൊക്കെ അതിന്റെ വക്താക്കളാണ്. എനിക്കറിയാവുന്ന പല ആളുകളും മതേതരത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഉള്ളിൽ ചിലപ്പോൾ എന്തെല്ലാം ഇരിക്കുന്നു എന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ മതേതരത്വം അതിന്റെ മുഴുവൻ അർത്ഥത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ച ഒരാളാണ് സിഎച്ച് എന്ന് എനിക്ക്
ആത്മാർത്ഥമായി വിശ്വാസത്തോട് പറയാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ബുദ്ധി അപാരമായ ബുദ്ധിയാണ്. വലിയൊരു പണ്ഡിതനല്ല, വലിയൊരു സ്കോളറല്ല. പക്ഷേ പാണ്ഡിത്യം എന്താണെന്നുള്ളത് അതിന്റെ ശരിയായ അർത്ഥത്തിലാണെങ്കിൽ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു സി എച്ച്. എത്ര പ്രയാസങ്ങളേറിയ പ്രശ്നങ്ങളുണ്ടായാലും ശരി, പരിഹാരം കണ്ടെത്തുന്ന കാര്യത്തിൽ എന്തൊരു കൂർമ്മബുദ്ധിയാണെന്ന് അറിയാം. എന്ന് മാത്രമല്ല, ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കാനൊരു കാരണമുണ്ട്. ശരിയാണെന്ന് തോന്നുന്നത് തീരുമാനിക്കുന്നത് ചെയ്യുക. അതിന്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചൊന്നും ആലോചിച്ച് അല്ലെങ്കിൽ തല പുകഞ്ഞ് സമയം പാഴാക്കാറില്ല. എനിക്ക് തോന്നുന്നില്ല എപ്പോഴെങ്കിലും പിഴച്ചിട്ടുണ്ടെന്ന്.